ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫയൽ ഹാൻഡ്ലിംഗ് നമുക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ എക്സെപ്ഷൻസ് അടിക്കാം, അത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഫയലിൽ നിന്ന് റീഡ് ചെയ്യുകയും ചെയ്യണം, നമുക്ക് ഫയലിൽ നിന്ന് റൈറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സ് നടക്കുമ്പോൾ, ഈ രണ്ട് ഓപ്പറേഷൻ നടക്കുമ്പോൾ, റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ടെസ്റ്റിനകത്ത് ഉള്ള കണ്ടന്റ്, ദാറ്റ് ഈസ് ടെസ്റ്റിനകത്ത് ABC ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ ഞാൻ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യും? വേറൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. ആ ഫയലിൽ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഞാൻ copy.txt ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫയലിൻ്റെ പേര് copy.txt ആണ്. ഇതിനകത്തോട്ട് ഞാൻ റൈറ്റ് ചെയ്യും. സോ ABC എന്ന് പറഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് വരും. അപ്പോൾ ഞാൻ ഇത് നോർമൽ ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലം റീഡറും റൈറ്ററും യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഫയൽ ഇതെന്ന് പറയുമ്പോൾ ഫയൽ ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫയൽ റീഡറും റൈറ്ററും എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ എക്സെപ്ഷൻസ് ഇവിടെ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഹലോ വേൾഡ് എന്ന് ഞാൻ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഞാൻ ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് അതിനെ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യുന്നത് എൻ്റെ ജാവ ഫയൽ കിടക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് testing.txt എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, testing.csv. അപ്പോൾ ഞാൻ ആ ഫയലിലെ, ദാറ്റ് ഈസ് testing.csvക്കകത്ത് കിടക്കുന്ന കണ്ടന്റ് എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? അതായത് ഒരു ഫയലിലെ കണ്ടന്റ് ഞാൻ റീഡ് ചെയ്ത് എൻ്റെ പ്രോഗ്രാമിലേക്ക് എനിക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഓക്കെ, അതിന് 2-3 ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ആ 2-3 ടെക്നിക്സ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ബേസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഒരു ചെറിയ ഒരു ഇൻപുട്ട് പ്രോഗ്രാം വെച്ച് നമുക്ക് അത് ചെയ്യാം. ക്ലാസ് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ചെയ്യുക. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string or guess. Then അടുത്തത് എന്താ ചെയ്യേണ്ടത്? അടുത്തത് ഞാൻ ഒരു ഫയൽ ഇൻപുട്ട് സ്ട്രീം എടുക്കുക. ഫയൽ ഇൻപുട്ട് സ്ട്രീം, അതിനെ ഞാൻ fin ഫയൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ fin എന്ന് പറഞ്ഞ രീതിയിൽ എടുത്തു. Then ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം. ഈ ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്നത് ഏത്? ബൈറ്റ് സ്ട്രീമിലെ ക്ലാസ് ആണ്. അവിടെ ഞാൻ പറയേണ്ടത് ഇത്ര മാത്രമാണ്. ഫയലിന്റെ ലൊക്കേഷൻ എന്താണ്? ഫയലിന്റെ ലൊക്കേഷൻ ഈ ടെസ്റ്റ് കിടക്കുന്ന അതേ കാര്യം തന്നെയാണ്. സോ നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി? ആ ഫയലിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ എൻ്റെ test.java എന്ന് പറഞ്ഞൊരു ക്ലാസ്സും അതേപോലെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫയലും കിടക്കുന്നത് എന്താണ്? സെയിം ഫോൾഡറിലാണെങ്കിൽ ജസ്റ്റ് എനിക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി? ആ ഫയലിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഫയലിന്റെ പേര് മാത്രം പറയുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പോൾ ഇവിടെ ഫയൽ ഓപ്പറേഷൻ എല്ലാം ചെയ്യുമ്പോൾ, ഫയൽ ഇൻപുട്ട് സ്ട്രീം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് വേണം? ഇൻപുട്ട് java.io ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കാരണം ഇവിടെ എറേഴ്സ് ഒക്കെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് എക്സെപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്? ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? testing.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനെ ഒരു ഫയൽ ഇല്ലാതിരിക്കാം, അത് ഓപ്പൺ ചെയ്യാൻ പറ്റാതിരിക്കാം,
അത് ആ ഒരു എക്സെപ്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അത് ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് എഴുതുക. അപ്പോൾ ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് എന്തിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ, ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ക്യാച്ച് എന്ത് ഞാൻ എഴുതുന്നു, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. സോ എന്താണ് എഴുതുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ ഫയൽ എന്തെങ്കിലും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനിയൊന്ന് നമുക്ക് നെക്സ്റ്റ് വൺ, നമുക്ക് ഈ ഒരു ഫയലിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്യണം. ഇൻറ്റിജർ വാല്യൂ ഇൻ ദ സെൻസ് ആസ്കി വാല്യൂ എനിക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് fin.read. fin എന്താണ്, ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ വാല്യൂ ആണ്, ഫയൽ ഇൻപുട്ട് സ്ട്രീം ആണ്. ആ ഫയൽ ഇൻപുട്ട് സ്ട്രീമിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ആ ഫയലിനകത്തുള്ള കണ്ടന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്തായിട്ടാണ് വരുന്നത്, അതെന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിട്ടാണ് വരുന്നത്. ഞാൻ അതിനെ നമുക്ക് ഇൻറ്റ് ഐ എന്ന് ഞാൻ എഴുതുന്നു. ദെൻ ഞാൻ ആ ഐയിലേക്ക് ഐ ഈസ് ഈക്വൽ ടു fin ചെയ്യുന്നു, fin.read ചെയ്യുന്നു. ദെൻ ആ ഐ എന്ന് പറയുന്നത് ഞാനൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ്, system.out.println ഐ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഹലോ വേൾഡ് ആണ്. ഹലോ വേൾഡിൽ നിന്ന് ഞാനൊരു കാര്യം റീഡ് ചെയ്തു, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഞാൻ റീഡ് ചെയ്തു. ആ ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ്. ആ ആസ്കി വാല്യൂ ഞാൻ എന്തിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തു, ഐയിലേക്ക് സ്റ്റോർ ചെയ്തു. ഞാൻ അതിനെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കാം എന്തെങ്കിലും എറർ വരുന്നുണ്ടോ. അപ്പോൾ എറർ വരും, ദാറ്റ് ഈസ് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോലെ IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുക, ക്യാച്ച് IO എക്സെപ്ഷൻ കൂടെ എഴുതുക, IO എക്സെപ്ഷൻ ഇ. ഓക്കെ, അപ്പോൾ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് കോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എന്ത് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, IO എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാച്ച് IO എക്സെപ്ഷൻ ഇ എന്ന് പറഞ്ഞ് എഴുതുന്നു, ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എറർ എല്ലാം മാറി. ഞാൻ റൺ ചെയ്തു, അതിനെ ഒന്ന് 72 എന്നാണ് കിട്ടുന്നത്. സോ 72 എന്ന് പറയുന്നത് ഒരു ആസ്കി വാല്യൂ ആണ്. അതിനെ എനിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ അതിന്റെ ക്യാർ എടുത്തു, ക്യാർ ഓഫ് ഐ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്, ടൈപ്പ് കാസ്റ്റ് ചെയ്യാണ്. ഞാൻ 72 എന്ന് പറയുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാരക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, എറർ ഒന്നുമില്ല, എച്ച് കിട്ടി. അപ്പോൾ നമ്മുടെ ഫയലിനകത്തുള്ള ഫസ്റ്റ് ക്യാരക്ടർ എനിക്ക് കിട്ടി. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കിട്ടി. എനിക്ക് fin.read ചെയ്യുമ്പോൾ എനിക്ക് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു ക്യാരക്ടർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഫയലിനകത്തുള്ള എല്ലാ കണ്ടന്റും ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നമുക്കൊന്ന് നോക്കാം. സോ വൈൽ ഐ ഈസ് ഈക്വൽ ടു fin. അപ്പോൾ എനിക്ക് ഐക്ക് ഒരു വാല്യൂ കിട്ടും. ഐയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു -1 ആണെന്നുണ്ടെങ്കിൽ, ഐയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ഫയൽ ആയിട്ടില്ല എന്നാണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് മീനിങ് എന്താണ്, -1 മീൻസ് ഇറ്റ് റീച്ച്ഡ് എൻഡ് ഓഫ് ഫയൽ, ഇറ്റ് റീച്ച്ഡ് എൻഡ് ഓഫ് ഫയൽ. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ എപ്പോഴാണോ -1 ആവുന്നത് അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്, എൻഡ് ഓഫ് ഫയൽ ആയെന്നാണ് അതിന്റെ മീനിങ്. ഞാൻ എന്ത് ചെയ്യുന്നു, എൻഡ് ഓഫ് ഫയൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഐനെ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം, എറർ ഒന്നുമില്ല. നോക്കിയേ, ഹലോ വേൾഡ് ഫുൾ ആയിട്ട് എനിക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ് ഫുൾ ഞാൻ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ പ്രോഗ്രാം ടു റീഡ് ഓൾ ദി കണ്ടന്റ് ഫ്രം എ ഫയൽ. ഒരു ഫയലിൽ നിന്നും കണ്ടന്റ് എല്ലാം റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള
ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഈ റീഡ് ചെയ്ത സാധനത്തിനെ എനിക്ക് എന്ത് ചെയ്യണം, വേറൊരു ഫയലിലേക്ക് മാറ്റണം. സേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തത്. റൈറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇടണം. സോ എഫ് ഔട്ട് ഇസ് ഈക്വൽ ടു ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. അതിനൊരു പേര് കൊടുക്കാം, സേ കോപ്പി ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്നു. അപ്പോൾ ഫയല് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തുള്ള ഓവർ റൈറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്തോളൂ. ഇവിടെ ഇൻപുട്ട് സ്ട്രീം റീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് എറർ അടിക്കും, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ അടിക്കും. ഔട്ട്പുട്ട് സ്ട്രീമിൽ കോപ്പി എന്ന് പറഞ്ഞൊരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ I is equal to fin dot read. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, fin ആരാണ്, ടെസ്റ്റിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഞാൻ റീഡ് ചെയ്യുന്നു. അതിനെ ഞാൻ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യണം, എഫ് ഔട്ട് ഡോട്ട് റൈറ്റ്. എന്തിനെ റൈറ്റ് ചെയ്യണം, ഐനെ റൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ fin ഡോട്ട് റീഡ് ചെയ്തു. അതായത് ഇൻപുട്ട് ഫയലിൽ നിന്ന് ഞാൻ റീഡ് ചെയ്തു, ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഫയലിലേക്ക് ആ റീഡ് ചെയ്ത കണ്ടന്റിനെ റൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഈ ഒരു ലൂപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടെക്സ്റ്റിങ്ങിനകത്തുള്ള ഓരോരോ ക്യാരക്ടറിനെ ഫുൾ റീഡ് ചെയ്തതിനു ശേഷം ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ fin എന്ന് പറയുന്ന ഒരു ഫയലാണ്, എഫ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫയലാണ്. അപ്പോൾ fin ഡോട്ട് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യാനുള്ള കാര്യമാണ്. എഫ് ഔട്ട് ഡോട്ട് ക്ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്തിനാണ്, ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. റീഡ് എന്ന് പറയുന്നത് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ, റൈറ്റ് എന്ന് പറയുന്നത് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ് എന്ന് പറയുന്ന ഫയലിനെ ക്ലോസ് ചെയ്യാൻ. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടോ, ഇതാണ് എൻ്റെ വർക്കിംഗ് ഡയറക്ടറി. ഇവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടോ, ഇല്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാണ്. സോ ഹലോ വേൾഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ നോക്കിയേ, ദ കോപ്പി എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. ആ ഫയലിനെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെയും എന്താണ് കിടക്കുന്നത്, ഹലോ വേൾഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ടെസ്റ്റിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് ഞാൻ എന്തിലേക്ക് കോപ്പി ചെയ്തു, ഇതിലേക്ക് കോപ്പി ചെയ്തു. ശരി, അപ്പോൾ കോപ്പി ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, കോപ്പിയുടെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ഒരു ഫയൽ റീഡ് ചെയ്യാനുള്ള ഫയൽ ഇൻപുട്ട് സ്ട്രീം വഴി ഓപ്പൺ ചെയ്യുക. റൈറ്റ് ചെയ്യേണ്ട ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം വഴി റൈറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് ഒരു ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ഐ എപ്പോഴാണോ -1 ആവുന്നത് അപ്പോൾ എൻഡ് ഓഫ് ഫയൽ ആവും, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാത്തടത്തോളം ഞാൻ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഫയലിലേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫയൽസ് ക്ലോസ് ചെയ്യുക. ഇവിടെ രണ്ട് എക്സെപ്ഷൻ ആണ് അടിക്കാനുള്ള ചാൻസ്. എന്തൊക്കെയാണ്, ഫയൽ നോട്ട് ഫൗണ്ട് എങ്ങനെയാണ് വരുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് അടിക്കും, റീഡ് ചെയ്യാനുള്ള ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ അടിക്കും. അതേപോലെ എഫ് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഫയൽ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് IO എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ,